മുജാഹിദീങ്ങളും ജമാഅത്തുകാരും അവരിപ്പോ പറയും ചൂഷണം, കാന്തപുരം ചൂഷണം ചെയ്യാണ്. എന്നാ ഞാൻ ചൂഷണം എന്ന് പറയാം, അവരെ ചൂഷണം എന്ന് പറയാം. അവരിത് കണ്ടിട്ട് അതൊക്കെ തിരിയണല്ലോ. നിങ്ങളെ കഥ എന്താ? മുജാഹിദ് ജമാഅത്തുകാരുടെ കഥ എന്താ? അത് പറയാം. ഒരു പള്ളിയിൽ പോയിക്കൂടാ മുജാഹിദീങ്ങൾക്ക്. എന്താ കാരണം? മിമ്പർ വന്ന് പിരിവ്. പള്ളിയിലെ മിമ്പർ വന്ന് ഖുതുബയെ പിരിവ്. വെള്ളിയാഴ്ചത്തെ ഖുതുബയിലെ പിരിവ്. നിങ്ങൾ കേട്ടോ, ഇന്ന് വരെ മക്ക മദീന മുതൽക്ക് ലോകൊട്ടാകെ നടക്കുന്നുണ്ട് ജുമ. എല്ലാ മുസ്ലിമുകളും അറബിയിൽ ഖുതുബയിൽ നടന്നുണ്ട്. എന്നാൽ ഒരൊറ്റ സ്ഥലത്ത് വെള്ളിയാഴ്ച ജുമന്റെ ഖുതുബയിൽ പിരിവെടുക്കുന്നത് നിങ്ങൾ കണ്ടിനോ? എന്നാ ജുമന്റെ ഖുതുബയിൽ പിരിവെടുക്കുന്ന എന്തിന്? മട്ടന്നൂര്, കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂര്, അവിടെ വലിയ പള്ളിയുണ്ട്, അവിടെ നന്നായി ജുമ നടക്കുന്നുണ്ട്, ഒക്കെ സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ മുജാഹിദ് ആകെ ഉണ്ടെങ്കിൽ അവിടെ 3 or 4 മാത്രമേ ഉള്ളൂ. ആ പ്രദേശത്തെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചു മുജാഹിദ്. അതിന് എല്ലാ മിമ്പറും ഒന്നും പിരിവെടുക്കുകയാണ്. അതൊന്ന് കേട്ടോ നിങ്ങള്. ജുമഅക്ക് വന്ന നമുക്ക് വല്ലാത്തൊരു അനുഗ്രഹമുണ്ട്. എന്താണ് അനുഗ്രഹം? ഈ കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് മട്ടന്നൂർ. മട്ടന്നൂരിൽ നമുക്കൊരു പള്ളി വേണോ? പള്ളി ഇല്ലേ അവിടെ എന്ന് നമ്മൾ ചോദിക്കും. അവിടെ പള്ളി നിർബന്ധമാണല്ലോ. അതെ, അവിടെ നമുക്കൊരു പള്ളി വേണം. പക്ഷേ അവിടെ നമുക്ക് വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം, 3 or 4 പ്രവർത്തകർ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ അവിടെ ഒരു പള്ളി നിർബന്ധമാണ്. ചില ആളുകൾക്ക് ലക്ഷങ്ങൾ ബാങ്കിലുണ്ട്. ആ ലക്ഷങ്ങളിൽ നിന്ന് ഒന്ന് മട്ടന്നൂരിൽ സുജൂദ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ തയ്യാറുണ്ടോ? സഹോദരിമാരെ, നിങ്ങളുടെ കൈകളിൽ സ്വർണമുണ്ട്. ആ സ്വർണം നിങ്ങൾ മരിച്ചാൽ ആദ്യമായി വസ്ത്രത്തിന് മുമ്പ് ഊരിയെടുക്കുന്നത് ആ സ്വർണമാണ്. ആ സ്വർണം മട്ടന്നൂരിൽ പടച്ചവരെ മാത്രം ആരാധിക്കുന്ന ഇതേപോലെയുള്ള മിമ്പറുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊടുക്കാൻ തയ്യാറുണ്ടോ? നാം ചിന്തിക്കുക. സാധിക്കുമെങ്കിൽ 1 or 2 ഷെയറുകൾ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ, അല്ലാത്തവർ 1 ഷെയർ 1 ലക്ഷം, 1/2 ഷെയർ, അതിനും സാധ്യമല്ലേ? ഷെയർ ഇല്ല, ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്, എങ്കിലൊരു 10,000 രൂപ, അതിനും സാധ്യമല്ല. കുട്ടികളുടെ അടുത്ത് സമ്പാദ്യമെങ്കിൽ 1,000 രൂപ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കയ്യിലില്ലെങ്കിലും കൊണ്ടുവന്ന് തരാൻ പറ്റും. കേട്ടോ, 1 ലക്ഷം, 50,000, 10,000, 1000, കുട്ടികളടക്കം പെണ്ണുങ്ങളടക്കം സ്വർണം. എന്തിന്? 4 ആളുണ്ട് പോൽ മട്ടന്നൂരിൽ. അവിടെ പള്ളി അവിടെ ഉണ്ട് പോൽ. അവിടെ ഒരു പള്ളിയും കൂടി വേണം പോൽ. എന്തിനാ? അള്ളാഹ് ആരാധിക്കുന്ന ഒരു പള്ളി വേണോ?